നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും ചേർന്ന് സഹപാഠിക്ക് വെച്ച് നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തിയത് വേറിട്ട ചടങ്ങായി മാറി. പുന്നപ്ര UKD വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇമ്മാനുവലിനും കുടുംബത്തിനുമാണ് തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീട് പണിത് നൽകിയത്. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാർ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻകാരുടെ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡു അനുവദിക്കുക, 2024 ജൂലൈ മുതൽ അർഹമായ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, 2022 ജനുവരി മുതലുള്ള 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. 2013 ഏപ്രിൽ മുതൽ നിയമനമാകുന്ന ജീവനക്കാർക്ക് സർവീസ് പെൻഷൻ അനുവദിക്കുക. നിങ്ങൾക്ക് പെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സർവീസിൽ കയറുന്ന കാലം മുതൽ അതിനാവശ്യമായിട്ടുള്ള കാശ് സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഉത്തരവ്. നമ്മുടെ രംഗത്ത് അതിനെ ശക്തമായി എതിർത്ത അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ് ഈ പരിഷ്കാരം എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു പെൻഷൻ സംഘടന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനാണ്. ഇന്ന് 1ാം തീയതി 2ാം തീയതി പെൻഷൻ കൃഷികളുടെ മുമ്പിൽ മാനവുമായിട്ട് ഇത്തരം നിന്ന് ഞങ്ങളാണ് പെൻഷൻകാരുടെ അവകാശങ്ങളെല്ലാം. ബ്ലോക്ക് പ്രസിഡന്റ് MV മണി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി നരേന്ദ്രൻ നായർ, KK രാമചന്ദ്രൻ, N. പുഷ്കരൻ, S. ശുഭ, ജ്യോതിഷ് കുമാർ, സൈഫുദ്ദീൻ, PK വിലാസിനി എന്നിവർ ധർണയിൽ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അദാനി അഴിമതിയും മോദി സർക്കാരിന്റെ പങ്കും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കുക, മണിപ്പൂർ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുക, അഫ്സപ്പ കരിനിയമം പിൻവലിക്കുക, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആലപ്പുഴ CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ചർച്ച ചെയ്യണം. ഇത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട മണിപ്പൂർ ജനതയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും BJPയും മാറണം. ആ വിഷയം പാർലമെന്റിൽ ഗൗരവതരമായി ചർച്ചയ്ക്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, അതീവ ഗുരുതരമായിരിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇവയ്ക്ക് പരിഹാരം കാണണമെന്നും ഈ സമരത്തിലൂടെ നാം ആവശ്യപ്പെടുകയാണ്. നേരത്തെ ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ധർണ
പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, DP മധു, B നസീർ, PK ബൈജു, B അൻസാരി, മറ്റ് പ്രവർത്തകർ എന്നിവർ മാർച്ചിലും ധർണയിലും സംബന്ധിച്ചു. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നേരത്തെ ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഹരിപ്പാട് ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കേസ് ഫയലുകളും അതുപോലെ തന്നെ ഫർണിച്ചറും അടക്കം എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിലിട്ട് ആ ഓഫീസിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി ആ ഓഫീസിനെ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് അഭിഭാഷക ഓഫീസിന് പകരം ഒരു സ്റ്റിച്ചിങ് സെന്ററാക്കി മാറ്റി. സ്റ്റിച്ചിങ് സെന്ററാക്കി മാറ്റിയെന്ന് മാത്രമല്ല, അവിടെ 2-3 മെഷീൻ കൊണ്ടിട്ട് ഏതോ സ്ഥലത്ത് നിന്ന് കട്ട് പീസുകൾ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഏതാണ്ട് പൂർണ്ണ അർത്ഥത്തിൽ സ്റ്റിച്ചിങ് സെന്ററാക്കി ആ ഓഫീസിനെ പരിവർത്തനം ചെയ്ത ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി ഹരിപ്പാട്ടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ബോധപൂർവം ശ്രമിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചാർജ്. ഹരിപ്പാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് R ഹരികൃഷ്ണൻ ധർണയിൽ അധ്യക്ഷനായി. കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് S സുദർശനകുമാർ, അഡ്വക്കേറ്റ് E രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് ജോർജ് തോമസ്, അഡ്വക്കേറ്റ് C വിധു, അഡ്വക്കേറ്റ് MM അനസ് അലി എന്നിവർ സംസാരിച്ചു. ഹരിപ്പാട് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയൻ നന്ദി പറഞ്ഞു. ബാർ അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി അഭിഭാഷക സംഘടനകൾ മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും ചേർന്ന് സഹപാഠിക്ക് വെച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തിയത് വേറിട്ട ചടങ്ങായി മാറി. പുന്നപ്ര UKD വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇമ്മാനുവലിനും കുടുംബത്തിനുമാണ് തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീട് പണിത് നൽകിയത്. ന്യൂസ് ചാനൽ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും ചേർന്ന് സഹപാഠിക്ക് വെച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തിയത് വേറിട്ട ചടങ്ങായി മാറി. പുന്നപ്ര UKD വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 12ാം വാർഡ് വൈക്കത്ത് പറമ്പ് വീട്ടിൽ ഇമ്മാനുവലിനാണ് UKD പ്രിൻസിപ്പൽ D ഉണ്ണികൃഷ്ണനും സഹപാഠികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് 7 ലക്ഷം രൂപ സമാഹരിച്ച് വീട് നിർമ്മിച്ച് നൽകിയത്. 3 മാസം മുമ്പ് ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിയുടെ ബുക്കുകൾ നനഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പൽ D ഉണ്ണികൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇമ്മാനുവലിന് അടച്ചുറപ്പുള്ള വീടൊരുക്കാൻ കാരണമായത്. നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ബുക്കുകൾ ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് കുട്ടികളുടെ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇമ്മാനുവലിന്റെ ബുക്ക് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബുക്ക് നനഞ്ഞിരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഇതേപോലെ വീട് ചോർന്നതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അങ്ങനെ ഞാനും എൻ്റെ 2 അധ്യാപകരും കൂടെ, ഈ അധ്യാപകർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവ്വ സ്റ്റുഡൻസ് ആയിരുന്നു, അവരും കൂടെ ഈ വീട് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ എടുത്തൊരു തീരുമാനമാണ് ഈ കുടുംബത്തെ ഒരു 3 മാസത്തിനുള്ളിൽ ഒരു കെട്ടുറപ്പുള്ള വീട്ടിലേക്ക് മാറ്റണമെന്ന്. മഴയത്ത് നനഞ്ഞൊലിക്കുന്ന വീട്ടിലാണ് ഇമ്മാനുവൽ താമസിക്കുന്നതെന്നറിഞ്ഞ പ്രിൻസിപ്പൽ പൂർവ്വ വിദ്യാർത്ഥികളുമായും മറ്റ് വിദ്യാർത്ഥികളുമായി ഇമ്മാനുവലിന്റെ വീടിന്റെ കാര്യം പങ്കുവച്ചു. വിവരം ഗൗരവത്തിലെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളും ഇമ്മാനുവലിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായവുമായി രംഗത്തെത്തി. അങ്ങനെ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ശ്രമഫലമായി ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും ഇമ്മാനുവലിനും കുടുംബത്തിനും മോചനമായി. കൂലിപ്പണിക്കാരനായ പിതാവ് സുനിലിനും മാതാവ് സൂസിക്കും വീടെന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഭവനം വെച്ചെന്ന ഉണ്ണി സാറിനും കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദി കടപ്പാടും എല്ലാം ഉണ്ടാവും. ഞങ്ങളിത് പ്രതീക്ഷിച്ചതല്ല, പെട്ടെന്നാണ് സാറിങ്ങനെ ഒരു ഇതായിട്ട് വന്ന് ഞങ്ങൾക്കൊരു വില കിട്ടിയത്.
ഇമ്മാനുവലിന് 2 ഇളയ സഹോദരിമാരുമുണ്ട്. അനീറ്റയും ആൻമരിയയും. ഇരുവരും വിദ്യാർത്ഥികളാണ്. അടച്ചുറപ്പുള്ള വീട് ലഭിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ ഇമ്മാനുവലിന്റെ കുടുംബം. ബുധനാഴ്ച രാവിലെ വീടിന്റെ താക്കോൽദാനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. നമ്മുടെ ഒരു വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സഹജീവിയെ സ്നേഹിക്കാനും സഹജീവിയുടെ പ്രയാസങ്ങളോട് ചേരാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഉയർന്ന് വളർന്നു വരുന്ന എല്ലാ വ്യക്തിക്കും ജീവിത അവസാനം വരെ സൂക്ഷിക്കേണ്ട ഒന്ന് സഹജീവിയോട് കരുണ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. മനുഷ്യത്വമുള്ളവരായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അവനവരിലേക്ക് മാത്രം ജീവിക്കുന്ന രീതി ഒരു മൂല്യം നമുക്കുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ മൂല്യം ഉണ്ടാവുന്നത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴല്ല, മറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ജീവിതം മാറ്റുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മൂല്യമുണ്ടാക്കുക. UKD പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ, PS സലീം ചക്കിട്ടപ്പറമ്പിൽ, ഹരീന്ദ്രനാഥ്, സുധീർ പുന്നപ്ര, പൂർവ്വ വിദ്യാർത്ഥികൾ, നിലവിൽ UKD വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ താക്കോൽദാന ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാർ അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ നടത്തിയ സെമിനാർ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. മനസ്സിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായ സ്വപ്നങ്ങളാണ് വീണ്ടും കൂട്ടുന്നത്. പലപ്പോഴും ഭാവിയിലേക്കുള്ള സ്വപ്നമാണ് നമ്മളെല്ലാം കാണുന്നത്. ആ ജീവിത സ്വപ്നം സബലീകരിക്കാൻ വേണ്ടിയാണ് ഓരോ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത്. ആ സ്വപ്നങ്ങളെല്ലാം ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് സാധ്യമാക്കിയെടുക്കാൻ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ആ പരിശ്രമത്തിനിടയിൽ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നവരെ നമ്മൾ നോക്കിയാൽ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആരും അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പോകില്ല. ലഹരിയിൽ അകപ്പെടുന്ന യുവതലമുറ, പ്രത്യാഘാതങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ അധ്യക്ഷയായി. കേരള ഹെൽത്ത് സർവീസ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ K. വേണുഗോപാൽ, ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R. ജയരാജ്, ജില്ലാ വിമുക്തി മാനേജർ R. രാജേഷ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ R. പ്രശാന്ത്, വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ അഞ്ജു S. റാം, എക്സൈസ് ഇൻസ്പെക്ടർ J. ഫെമിൻ, വിമുക്തി മെന്റർ VK മനോജ് കുമാർ, കോർഡിനേറ്റർ VB വിപിൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി മിഥുൻ മഞ്ചേഷ് മനുഷ്യാവകാശ പ്രതിജ്ഞ ചൊല്ലി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ RG അഭിലാഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവനുടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ അനുവദിക്കുക, ഒന്നിലധികം വൈകല്യമുള്ളവർക്കും 80% മേൽ വൈകല്യമുള്ളവർക്കും 7500 രൂപ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷങ്ങളിലും ലോകത്തെമ്പാടുമുള്ള ജനത മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളാണ്. നമ്മുടെ ഗവൺമെന്റുകളാണെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റുകൾ ആയാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഉണ്ടാകണം. മനുഷ്യന്റെ അവകാശങ്ങളെ സ്ഥാപിച്ചു കൊടുക്കാൻ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അതുപോലെ തന്നെ മറ്റെല്ലാവരും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് VT പ്രസന്നൻ ധർണയിൽ അധ്യക്ഷനായി.
DCC ജനറൽ സെക്രട്ടറി ജി സഞ്ജീവ് ഭട്ട്, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വെറ്റിലക്കണ്ടം, ജില്ലാ ഉപാധ്യക്ഷന്മാരായ MK സഹദേവൻ, ബിജു ചെറിയാൻ, ജില്ലാ സെക്രട്ടറിമാരായ മഹേശ്വരി, ജോബി ജോൺ, കെ രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ MS അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ, ലൈലാമ്മ, ജോർജ്, ശശി, ജോസഫ്, P ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെ മുച്ചക്ര വാഹനങ്ങൾക്ക് പെട്രോൾ സബ്സിഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അനുവദിക്കുക, ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക, KSRTC ബസ്സുകളിൽ വരുമാന പരിധിയില്ലാതെ പാസ് അനുവദിക്കുക, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി K സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും ചേർന്ന് സഹപാഠിക്ക് വെച്ച് നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തിയത് വേറിട്ട ചടങ്ങായി മാറി. പുന്നപ്ര UKD വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇമ്മാനുവലിനും കുടുംബത്തിനുമാണ് തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീട് പണിത് നൽകിയത്. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാർ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.